കുറേ നാൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു ട്രെയിൻ യാത്രയാണ്. പാലക്കാടിലേക്കാണ് ഞങ്ങൾ പോണത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. പാലക്കാട് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്. അങ്ങോട്ട് 2 അമ്മാമ്മമാരെ കാണാനാണ് ഞങ്ങൾ പോണത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി, ഞങ്ങൾ ചെറുപ്പം തൊട്ടുള്ള കൂട്ടാണ്. ഈ യാത്രയിൽ 2 അമ്മാമ്മമാരെ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് നേരം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനും പിന്നെ കുറച്ച് നേരം ഞങ്ങളുടേതായ ടൈം കണ്ടെത്താനുമാണ് ഈ ഒരു യാത്ര. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. We are friends. ഈ പച്ചവിരിച്ച പാടവും നല്ല കാറ്റും മഴ പ്രതീക്ഷിച്ച് പോയെങ്കിലും വെയിൽ അത്യാവശ്യം കൊണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷെ എന്നാലും ഈ കാഴ്ചയൊക്കെയാണ് പാലക്കാടിനെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്കാൻ ഒരു കാരണം. അറ്റത്ത് കണ്ടതാണ് ഭാരതപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ. ഭാരതപ്പുഴ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പക്ഷെ എന്നാലും കിട്ടിയ വീഡിയോ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഭാരതപ്പുഴയുടെ വീഡിയോ ഒട്ടും കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച വന്നത്. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ട്രെയിൻ വന്നതും പോയതും ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളുടേതായ കുറേ വിശേഷങ്ങളും ചെറിയ ചെറിയ ഗോസിപ്പുകളും ചെറിയ തമാശകളും എല്ലാം പറഞ്ഞ് പെട്ടെന്നായിരുന്നു പാലക്കാട് എത്തിയത്. ഒരു അന്തവും കുന്തമില്ലാത്ത ഈ പോക്ക് കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾക്ക് 2 പേർക്കും എങ്ങടെ പോണേന്നുള്ള ഒരു പിടുത്തമില്ലായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് ഒരു ഓട്ടോ ഒക്കെ കണ്ടെത്തി. പിന്നെ ആ ഓട്ടോയിലായിരുന്നു ഞങ്ങൾ അമ്മാമ്മമാരുടെ അടുത്തേക്ക് പോയത്. ആ പോണ വഴിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവൾ റെയിൽവേയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ പാലക്കാട് ആണ് ഫസ്റ്റ് അവൾക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ഇവരുടെ ക്വാർട്ടേഴ്സും പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്ത ഓഫീസും ഒക്കെ പോണ വഴിക്ക് കാണിച്ചു തന്നു. ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ആ അമ്മമാരുടെ അടുത്തേക്കാണ് പോണത്. പാറു ഈ വീട്ടിലാണ് വരാൻ ഉദ്ദേശിച്ചത്. പാലക്കാട്ടുകാർ പണ്ടേ ഭയങ്കര സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ അമ്മമാരിൽ കാണാൻ പറ്റും. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ആ മുഖത്ത്. എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കലും ഞങ്ങളെ കെട്ടിപ്പിടിക്കലും ഒക്കെ ആയിരുന്നു. അമ്മാവന്മാരുടെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് മലമ്പുഴയ്ക്കാണ്. ശരിക്കും മലമ്പുഴ അല്ലായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ, കൊല്ലങ്കോടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ആ അമ്മമാരുടെ അടുത്ത് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഞങ്ങളുടെ സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. തിരിച്ച് 4 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്കേ ഉള്ളൂ ഞങ്ങൾക്ക് ട്രെയിൻ. അതുകൊണ്ടാണ് ഞങ്ങൾ മലമ്പുഴയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. മാണിക്കച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ. അവിടെയൊക്കെ കുറേ തെണ്ടിത്തിരിഞ്ഞ് പിന്നെ ഞങ്ങൾ വന്നത് മലമ്പുഴ റോപ്പ് വേയിലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. റീൽസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നത്. പക്ഷേ ഇവിടുത്തെ ക്യൂ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ നിന്നിടത്തുനിന്ന് 1 കിലോമീറ്റർ കൂടുതൽ, ഒരു അതിശോക്തി പറഞ്ഞതാണ്, എന്നാലും കുറേ ഉണ്ടായിരുന്നു ക്യൂ. പക്ഷേ നമ്മൾ പ്രതീക്ഷയെക്കാളും സ്പീഡിൽ തന്നെ ആ ക്യൂ ഒക്കെ പോയി. ഇവിടെ ഒരു ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ അടുത്ത ട്രിപ്പിൻ്റെ പ്ലാനിങ്ങിലാണ് അഖില. അങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ തള്ളി നീക്കി ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തി. ഈ ഒരു സാധനത്തിന് പ്രത്യേകിച്ച് സ്റ്റോപ്പൊന്നും ഇല്ലാത്ത കാരണം ചാടി വരിഞ്ഞൊക്കെ കയറണം. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഏതിൻ്റെ വടിയിൽ നിൽക്കണ്ട്. VIP ടിക്കറ്റ് ആയിരുന്നു.
ഇതാണ് മലമ്പുഴ ഡാം. എത്ര കിലോമീറ്റർ പോകുന്ന പറഞ്ഞേ? 1.5 കിലോമീറ്റർ പോകുന്നത്. നല്ല കാറ്റുള്ള തൊപ്പി പറന്നു പോകുന്ന സംശയത്തിന് അവൾ ഉരുവച്ചു. പക്ഷെ ഞാൻ ഉരുവെക്കുന്നില്ല. സമയമില്ലല്ലോ. പിന്നെ ഞങ്ങൾ പോയത് കൽപ്പാത്തി അഗ്രഹാരത്തിലേക്കായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കൽപ്പാത്തി തെരുവുകളും അഗ്രഹാരങ്ങളും എല്ലാം കാണുന്നത്. സിനിമയിലും റീൽസിലും ഒക്കെ കുറേ കണ്ടിട്ടുണ്ട് കൽപ്പാത്തി. ഇതാണ് കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് സമയത്ത് അതെടുക്കും. ഇപ്പോൾ അതവർ സേഫായിട്ട് പൂട്ടി വച്ചിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും നമുക്ക് കോലങ്ങളും എല്ലാം കാണാം. ഓരോ വീടും എല്ലാം ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ. ഇത് ഞങ്ങൾ അവിടെ ചെന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ കാണാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ വണ്ടിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. സ്വന്തം വീട് പോലെയാണ് ഞങ്ങൾ എല്ലാ വീട്ടിലും കയറി ഫോട്ടോസൊക്കെ എടുത്തത്. 3 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാം കഴിഞ്ഞ് കണ്ടിറങ്ങിയപ്പോൾ വിശന്നിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയുണ്ടായില്ല. ഞങ്ങൾ വേഗം ഒരു ഓപ്പൺ കിച്ചൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. 4 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ. പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതിലൊരു കണക്കിന് അതിൻ്റെ മുകളിലത്തെ സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ വലിഞ്ഞു പിടിച്ച് കയറി അതിനകത്ത്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഞങ്ങൾ ഒട്ടും പുറകിലല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നും കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ചെറിയൊരു ഉറക്കം പാസ്സാക്കി ഞാൻ. മുകളിലേക്ക് കയറുന്നതിനേക്കാൾ താഴത്തേക്ക് ഇറങ്ങുന്നത് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് എടുത്ത് ചാടേണ്ടി വന്നു. ഒരു കണക്കിനാണ് താഴത്തേക്ക് എത്തിയത് ഞങ്ങൾ. പിന്നത്തെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആലുവ എന്ന ഒരു ബോർഡ് എങ്ങനെയെങ്കിലും അത് കിട്ടണമെന്നായിരുന്നു. കറക്റ്റായിട്ട് എനിക്കത് കിട്ടുകയും ചെയ്തു. അങ്ങനെ പാലക്കാടിലേക്കുള്ള ഞങ്ങളുടെ പോക്കും തിരിച്ചുവരവും ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ഹരിത സൈനിങ് ഓഫ്.